ജമ്മു കശ്മീരിൽ തുടർച്ചയായി ഭീകരാക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉന്നതതല സുരക്ഷാ യോഗം വിളിച്ചു. ജമ്മു കശ്മീർ DGP, പഞ്ചാബ് DGP, BSF ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ജമ്മു കശ്മീരിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ പല ഭീകരാക്രമണങ്ങൾ, വലുതും ചെറുതുമായ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും 48 മണിക്കൂറിനിടെ 7 സൈനികർ വീരമൃത്യു വരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഉന്നതതല ആഭ്യന്തര സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 2 സംസ്ഥാനങ്ങളുടെ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബ്, ജമ്മു കശ്മീർ എന്നീ സംസ്ഥാനങ്ങളുടെ DGPമാരും BSFന്റെ സ്പെഷ്യൽ DGയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം കഴിഞ്ഞ മാസങ്ങളിൽ വർദ്ധിച്ചതായാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്ന ഭീകരവാദികൾക്ക് പ്രാദേശികമായ സഹായം ലഭിക്കുന്നു, അവർക്ക് ആയുധങ്ങൾ എത്തിക്കാൻ കഴിയുന്നു, ഇത്തരത്തിലൊരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇവർക്ക് ആവശ്യമായ പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ട് എന്നും ഈ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ജമ്മു കശ്മീർ പോലീസ് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ യോഗം നടക്കുക. ഒപ്പം തന്നെ ഈ കത്വ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തെരച്ചിൽ 4ാം ദിവസവും തുടരുകയാണ്. ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തത് 3 ഭീകരരാണ് എന്നാണ് അന്വേഷണത്തിൽ സൈന്യം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഭീകരവാദികൾക്ക് സൈന്യത്തിന്റെ തിരിച്ചടിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അധിക ദൂരത്തേക്ക് ഇവർ സഞ്ചരിച്ചിട്ടില്ല എന്നുമാണ് സൈന്യത്തിന്റെയും ജമ്മു കശ്മീർ പോലീസിന്റെയും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കത്വയിലെ വനമേഖലയിലോ സമീപ പ്രദേശത്തോ ഇവർ അഭയം തേടിയിട്ടുണ്ട്, ഒളിച്ചു കഴിയുകയാണ് എന്നും ആണ് നിഗമനം. അങ്ങനെയെങ്കിൽ അതിന് അവർക്ക് പ്രാദേശിക സഹായം ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 50ഓളം പേരെ ഇതിനകം തന്നെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 3 പേരാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് എന്ന നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഭീകരവാദികൾ ഭക്ഷണം അടക്കമുള്ളവ ഈ പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തി യാണ് ഭക്ഷണം ഉൾപ്പെടെ കണ്ടെത്തിയത് എന്നും ജമ്മു കശ്മീർ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും തിരച്ചിൽ എന്തായാലും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. കനത്ത തിരിച്ചടി തന്നെ ഭീകരവാദികൾക്ക് നൽകും എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ജമ്മു കശ്മീർ പോലീസും അതിനായി ഊർജിതമായ ശ്രമങ്ങൾ നടത്തിവരികയാണ്. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ് കത്വയിൽ തിങ്കളാഴ്ചയുണ്ടായത്. 5 സൈനികരാണ് ഈ ഒരു ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. തുടർന്ന് ഒളിച്ച ഭീകരവാദികളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോഴും ത്വരിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേർന്നത്.